നമസ്കാരം. ചൂടുകാലമൊക്കെ തുടങ്ങി, അതുകൊണ്ട് ഞാനിന്ന് നല്ലൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. തണ്ണിമത്തൻ വെച്ചുള്ള നല്ലൊരു ജ്യൂസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ തണ്ണിമത്തൻ ഇത് നല്ല ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കസ്കസാണ്. ഇത് ഞാൻ 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്, കുതിർത്തെടുത്തതാണ്. പിന്നെ നമുക്ക് ഷുഗർ വേണം, ലെമൺ ജ്യൂസ് വേണം, ഒരു നാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഒരു മിക്സി ജാറിലേക്ക് നമുക്കിതൊക്കെ ഇട്ട് അടിച്ചൊന്നെടുക്കാം. അതിനിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ലെമൺ ജ്യൂസ് ഒന്ന് അരിച്ചൊഴിക്കാം. ഇതിൻ്റെ കുരുവൊന്നും പോവാതെ നോക്കണം. കുരു വന്നു കഴിയുമ്പോഴത്തേനും കയ്പ്പ് വരും. അപ്പോൾ അത് അങ്ങനെ വെച്ചു. ഇനി നമുക്ക് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. ആദ്യം ഒരു സ്വല്പം വെള്ളവും കൂടി നമുക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അധികം വേണ്ട, കുറച്ച് മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഉണ്ടോ? ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വാട്ടർമെലൺ ഇതുപോലെ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ജ്യൂസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് അതിന് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്കാണ്.